3 രീതിയിൽ നാടിന്റെ പരിധി നിശ്ചയിക്കപ്പെടും. ഒന്ന്, ഒരു നാട്ടിലെ മുസ്ലിമീങ്ങൾ മൊത്തം ഇസ്ലാമികമായ ഭരണത്തിന് കീഴിലാണ് എങ്കിൽ ആ ഭരണാധികാരിയുടെ അധികാരമുള്ള പ്രദേശങ്ങളൊക്കെ ഒരു നാടായിട്ടാണ് അപ്പൊ കണക്കാക്കുന്നത്. അതിനുള്ളിൽ സമയവ്യത്യാസം ഉണ്ടാവാം, ഉദയ വ്യത്യാസം ഉണ്ടാകാം, അതൊന്നും പരിഗണിക്കപ്പെടുകയില്ല. ഉദാഹരണമായി സൗദി അറേബ്യ വിശാലമായ നാടാണ്. ദമാമും ജിദ്ദയും തമ്മിൽ 3/4 മണിക്കൂർ സമയ വ്യത്യാസം പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ചലനങ്ങൾ, ചന്ദ്രന്റെ ചലനങ്ങളൊക്കെ ആ നിലയ്ക്ക് മാറ്റമുണ്ടാവും. പക്ഷെ ആ രാജ്യത്ത് എവിടെ കണ്ടാലും ആ നാട്ടിൽ കണ്ടു എന്ന പരിഗണനയിൽ അത് ആ നാട്ടിൽ മൊത്തം ബാധകമാണ്. അതാണ് അതിലുള്ളത്. അത് ഇസ്ലാമിക ഭരണമാണ്, ഒരു ഭരണാധികാരിയാണ്. ആ നാട്ടിൽ രണ്ടഭിപ്രായം പറ്റൂല, ഇവിടെ കണ്ടിട്ടില്ല അവിടെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ആ ഭരണാധികാരിക്ക് അധികാരമുള്ള പ്രദേശങ്ങളൊക്കെ അതിന് കീഴിൽ വരും. എന്നാൽ നമ്മളൊക്കെ നാട് പോലെ ഇസ്ലാമിക ഭരണമില്ലാത്ത നാടുകൾ, അവിടുത്തെ മുസ്ലിമീങ്ങൾ കൂടി എല്ലാവരും കൂടെ ഇത്തിഫാഖായി ഒരു ഏരിയ തീരുമാനിച്ചാൽ അതിന് മതപരമായി അനുവാദമുണ്ട്. ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും കൂടി തീരുമാനിക്കുന്നു കേരളത്തിൽ എവിടെ കണ്ടാലും നമുക്കത് പരിഗണിക്കാം എന്ന ഇത്തിഫാഖായി കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ കണ്ടാലും മതി, പിന്നെ വ്യത്യാസമില്ല. അങ്ങനെ ഇത്തിഫാഖ് ഇല്ലെങ്കിൽ, അങ്ങനെ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ തീരുമാനമൊന്നുമില്ല എങ്കിൽ ചന്ദ്രന്റെ ഉദയ വ്യത്യാസമാണ് പരിഗണിക്കുന്നത്. ചന്ദ്രൻ എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ഉദിക്കലും അസ്തമിക്കലും ഒന്നും. നമ്മളെ കലണ്ടറൊക്കെ അറിയാം, 4 സ്ഥലം കലണ്ടർ കൊടുത്തുണ്ടാവും. കാസർഗോഡ്, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം 4 ഭാഗത്ത് നിസ്കാര സമയം കലണ്ടറിലുണ്ടാവും. ശരിക്കും 4 ഒന്നല്ല, 10-15 സ്ഥലം കൊടുക്കാൻ മാത്രം വകുപ്പുണ്ട്. ഇതൊക്കെ മാറ്റം വരും, ചെറിയ മിനിറ്റിന്റെ വ്യത്യാസം. ഈ ദിശ മാറുന്നതിനും മാറും. അപ്പൊ ഈ 4 ഏതാണ്ട് ഒരേ ലൈനാണ്, തീരദേശമാണ്. കിഴക്കോട്ട് പോകുമ്പോൾ ഇനി മാറ്റം ഉണ്ടാവും. ഈ നിലമ്പൂര്, കോഴിക്കോട് അങ്ങോട്ട് പോയാൽ മാറ്റം ഉണ്ടാവും. അത് കൊടുക്കാത്ത നമുക്ക് ഈ ഭാഗത്തേക്ക് അധികമില്ല. കേരളം ഇങ്ങനെ നമ്മളത്ത് കിടക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു 4 ഏരിയ അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ പരിഗണിക്കുന്നത് ഇപ്പോ കോഴിക്കോടാണ്. കോഴിക്കോട് ടൈമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഇവിടെയും കോഴിക്കോടും ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകും. മിനി ഊട്ടി പോയാൽ സമയ വ്യത്യാസം ഉയർന്ന സ്ഥലമാണ്. ഉദയ വ്യത്യാസമാണ് സാധാരണ പരിഗണിക്കപ്പെടുന്നത്. അതാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ കാലങ്ങളായി എല്ലാവരും സ്വീകരിച്ചു പോകുന്നതാണ് ഉദയ വ്യത്യാസം പരിഗണിക്കുക. അപ്പൊ കേരളത്തെ പൊതുവെ ഒരു ഉദയസ്ഥാനമായി കണക്കാക്കുക. കേരളം എന്നുള്ളത് ഒരു ഉദയസ്ഥാനം, അപ്പൊ അത് ഒരു നാട്. ആ പരിഗണനയിൽ അതൊരു നാട്. അപ്പൊ ആ നാട്ടിൽ എവിടെ കണ്ടാലും ആ നാട്ടുകാർക്ക് അത് ബാധകമാണ് എന്നാണ് നമ്മൾ കാലങ്ങളായി ഇവിടെ സമസ്തക്കാരും മുജാഹിദീങ്ങളും ഒക്കെ കാലങ്ങളായി സ്വീകരിച്ചു പോകുന്ന ഒരു നയം അതാണ്. അപ്പൊ കേരളം എന്ന നാടിനെയാണ് നമ്മൾ അതിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ അപ്പുറത്തെ നാട്ടുകാർക്ക് വേണമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കാം, ഇസ്ലാമികമായി തെറ്റൊന്നുമില്ല. ഇപ്പൊ ലക്ഷദ്വീപിൽ പ്രത്യേകിച്ച് ഇതേപോലെ ഒരു മാസം കാണാൻ സംവിധാനമോ, നോക്കാൻ സംവിധാനമോ, പ്രഖ്യാപിക്കാൻ സംവിധാനമോ, അങ്ങനത്തെ പണ്ഡിതന്മാരോ മതസംഘടനയോ ഖാദിമാരോ ഒന്നുമില്ല. അപ്പൊ അവർ ചെയ്യാറുള്ളത് കേരളത്തെ ഫോളോ ചെയ്യാത്തതാണ്. കേരളത്തിൽ കണ്ട് പ്രഖ്യാപിച്ചാൽ അവരും അതേപടി സ്വീകരിക്കും. അത് ശരിയായി ശരിയാണ്. അത്ര മുസ്ലിമുകൾ എല്ലാവരും ഇത്തിഫാഖായ കാര്യമാണ്. അവിടെ അതിന് വിരോധമൊന്നുമില്ല, അവർക്കത് ചെയ്യാം. ഇനി അങ്ങനത്തെ ഒരു സംവിധാനമില്ലാത്ത നാട്ടിൽ ഒരു മുസ്ലിം പോയി പെട്ടു, അവിടെ അങ്ങനത്തെ പള്ളിയില്ല, ഹിദായത്ത് പറ്റിയില്ല, അവിടെ അങ്ങനെ ഖാദിമാരില്ല, മാസം കാണാനും നോക്കാനും പ്രഖ്യാപിക്കാനും സംവിധാനമില്ല, അതൊന്നുമില്ലാത്ത നാട്ടിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ടി വന്നു എങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ മാസം കണ്ടതോ അറിയില്ല, അത് പ്രഖ്യാപിക്കുന്ന ഒന്നുമില്ല എങ്കിലും അയാൾ കണ്ടിട്ട് നോമ്പോയിക്കാന്ന് ഏതെന്നാലും പ്രായോഗികമായി കൊള്ളണമെന്നുമില്ല. അപ്പൊ അയാൾക്ക് ചെയ്യാവുന്നത് തൊട്ടടുത്ത് ഏത് നാട്ടിലാണോ ഈ സംവിധാനം ഉള്ളത് ആ നാടിനെ അയാൾക്ക് പിന്തുടരാം. ആ നാട്ടിലില്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യത്ത് എവിടെയാണോ മാസം കണ്ട് പ്രഖ്യാപിക്കുന്ന സംവിധാനം ഉള്ളത് എങ്കിൽ ആ നാട്ടുകാരെ കൂടെ അയാൾക്ക് കൂടാം. അയാൾ ആ നാട്ടിൽ പ്രഖ്യാപിച്ചാൽ അയാൾക്ക് ഇവിടെ നോമ്പ് വെക്കാം, അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാം. അതുമല്ലെങ്കിൽ അയാൾക്ക് മക്കയെ അടിസ്ഥാനമായി സ്വീകരിക്കാം. അങ്ങനെ തൊട്ടടുത്ത നാടില്ല, അല്ലെങ്കിൽ ആ നാടിന് അറിയാൻ അയാൾക്ക് വഴിയില്ല, അങ്ങനത്തെ സംവിധാനമൊന്നുമില്ല എങ്കിൽ അയാൾക്ക് മക്കയെ ഒരു ബേസായി കണ്ടുകൊണ്ട് മക്കയിൽ മാസം മാറിയാൽ അയാൾക്ക് അത് സ്വീകരിക്കാം. അതല്ല മാർഗമില്ല അയാൾക്ക്, അതല്ലാത്ത വേറെ വഴിയില്ല. ഇതാണ് പൊതുവെ ആവശ്യത്തിൽ. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വീകരിക്കുന്നത് കേരളം എന്ന നാടിനെ ഒരു നാടായി കണക്കാക്കി അതിൽ എവിടെ കണ്ടാലും നമ്മളത് കേരളക്കാരെ മൊത്തം സ്വീകരിക്കുന്നു. അതാണ് ഇവിടെ പൊതുവെ സ്വീകരിച്ച ഒരു മാനദണ്ഡം. അതിന് ഒരു കാരണം കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ഇന്ത്യ മൊത്തം ഒന്നാക്കി സ്വീകരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ത്യ ഒന്നിച്ച് ഒറ്റ പ്രദേശമായി കണ്ട് ഇന്ത്യയിൽ എവിടെ കണ്ടാലും സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം തെറ്റാണോ വെച്ചാൽ തെറ്റല്ല, ശരിയാണ്. പക്ഷെ എല്ലാ മുസ്ലിമീങ്ങളും അതിലേക്ക് എത്തണം. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകളും ഫിഖ്ഹിൽ ഷാഫി മദ്ഹബാണ് സ്വീകരിക്കുന്നത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഉദയ വ്യത്യാസമാണ് അടിസ്ഥാനം. അതുകൊണ്ട് ഇന്ത്യ മൊത്തം കണ്ടാൽ സ്വീകരിക്കുക എന്ന നയത്തിലേക്ക് ഇവിടുത്തെ ഷാഫി മദ്ഹബുകാർ ഒരു കാലത്തും എത്തുകയില്ല.
അപ്പൊ പിന്നെ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ ഇവിടെ പെരുന്നാളും നോമ്പൊക്കെ കലാകാലം ഭിന്നിപ്പുണ്ടാവുകയേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഈ നാട്ടിൽ കണ്ട സ്വീകരിക്കാത്ത നയം അംഗീകരിച്ചതായതുകൊണ്ടും നമ്മളവിടെ ഈ നാടിനെ നാടായി പരിഗണിച്ചു എന്ന് മാത്രം. ഏതെങ്കിലും കാലത്ത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിമീങ്ങളൊക്കെ ഇത്തിഫാഖായി ഇന്ത്യയിൽ എവിടെ കണ്ടാലും അത് എല്ലാവർക്കും ബാധകമാണ് എന്ന് എല്ലാ മുസ്ലിമുകളും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ മൊത്തം എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കേരളത്തിൽ കണ്ടോളുന്നില്ല, തമിഴ്നാട്ടിലോ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ കണ്ടാലും ഇന്ത്യ എന്ന നാടിനെ നാടായി പരിഗണിച്ചുകൊണ്ട് ഈ നാട് എന്നുള്ള അതിർത്തി എപ്പോഴും മാറും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജോഗ്രഫിക്കൽ അതിർത്തിയല്ലോ പണ്ടുള്ളത്. പണ്ട് ഇന്ത്യ 500 ചില്ലാനും രാജ്യങ്ങളായി, കേരളം 3 രാജ്യമായി, പിന്നെയാണ് പതൊക്കെ ഒന്നായി. നമ്മളൊക്കെ മലബാറൊക്കെ മദ്രാസിന്റെ ഭാഗമുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായും ഭരണം മാറുമ്പോൾ നാട് മാറുമ്പോഴൊക്കെ ഈ അതിർത്തികൾ മാറി മാറി വരും. എന്നതുപോലെ ഈ വിഷയത്തിൽ അവിടുത്തെ മുസ്ലിമീങ്ങളെ ഏകോപനമാണ് അതിൽ ഒരു ബേസായി കണക്കാക്കുക എന്നാണ്. സൗദി അറേബ്യ ബേസാക്കുക എന്ന ഒന്ന് ഇല്ല. അതെ, അത് ശരിയല്ല. സൗദി അറേബ്യ ബേസാക്കുക എന്നുള്ളത് ലോകത്തെ എല്ലാവർക്കും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. സൗദി അറേബ്യയേക്കാൾ നമ്മൾ 2.5 മണിക്കൂർ ഇപ്പുറത്തേക്കാണ്. ആ സൗദിനേക്കാൾ അപ്പുറത്തുള്ള മനുഷ്യന്മാർ ഉണ്ടാവും. സൗദി നേരെ അപ്പുറത്തുള്ളവർക്ക് ഒരു പിറകോട്ടാ പോകും. ഇപ്പൊ സൗദി അറേബ്യയിൽ 11:30 മണിയാണ്. അതേസമയം സൗദി അറേബ്യയിൽ മാസം കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് രാത്രി 8 മണിയോ 8:30 ആയിട്ടുണ്ടാവും. സൗദി അറേബ്യ മാസം കാണുമ്പോൾ അസ്രായ നാടുണ്ടാവും, ബുഹ്റായ നാടുണ്ടാവും, ഓരോ സ്വീകരിക്കും. അപ്പൊ സൗദി അറേബ്യയെ ബേസാക്കുക എന്നുള്ളത് പൊതുവായി ഉള്ള ഒരു നയമല്ല, അങ്ങനെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് പറ്റും നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും നാട്ടിൽ പോയി പെട്ടു, ആ നാട്ടിലൊക്കെ സംവിധാനമൊന്നുമില്ല എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, എന്തെന്ന് വേണമല്ലോ. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ മക്കയെ സ്വീകരിക്കാം. അത് സൗദി അറേബ്യ എന്ന രാജ്യം ഉണ്ടെങ്കിലും രാജ്യം ഉണ്ടെങ്കിലും ഒക്കെ. സൗദി അറേബ്യ പെട്ടത് നബിന്റെ കാലത്ത് സൗദി അറേബ്യ ചെല്ലും. അത് മക്ക ഒരു രാജ്യമാണ്, മദീന മറ്റൊരു രാജ്യമാണ്. നബി മക്കത്തിൽ നിന്ന് ഹിജ്റ പോയത് മദീനത്തേക്കല്ലേ. അത് മക്കൊരു നാട്, മദീന മറ്റൊരു നാട്, ത്വായിഫ് വേറൊരു നാട്. നബി ആദ്യം പോയി നോക്കി ത്വായിഫ് നാട്. ഇന്നോ മക്കയും മദീനയും ത്വായിഫൊക്കെ ഒറ്റ രാജ്യത്തിന്റെ ഭാഗമായി മാറി. അപ്പൊ അത് ഇനിയും മാറാം. സൗദി അറേബ്യയുടെ ബൗണ്ടറികൾ ഒരു പക്ഷെ ഇനിയും മാറിയേക്കാം. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് മാത്രം സൗദി അറേബ്യയെ ബേസായി സ്വീകരിക്കാം. അല്ലാതെ സൗദി അറേബ്യ മൊത്തം ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് പാടെ ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്ന് എവിടെയും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സൗദി അറേബ്യ വാങ്ങുകൊടുത്താൽ മുസ്ലിങ്ങളില്ലല്ലോ. സൗദി വാങ്ങുകൊടുക്കണേ, ഇഖാമത്തൊടുക്കണേ, ഇമാം കയ്യട്ടൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. എന്നാലും നമ്മളിവിടെ കേൾക്കലില്ല. സൗദി അറേബ്യ മാസം കണ്ടാൽ ആ സമയത്തല്ല ഇവിടെ മാസം ഉണ്ടായിരുന്നു. സമയം 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. സൗദി അറേബ്യ നോമ്പൊക്കെ നേരെ നോമ്പൊക്കെയില്ല. നമ്മള് അതിന് മുമ്പേ നോമ്പൊക്കെ പോയിട്ടുണ്ടാവും. സൗദി അറേബ്യ വരുമാനം കൊടുക്കട്ടെ, അതിനെ നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ എന്ന് സൗദി അറേബ്യ ബേസാക്കി നോമ്പ് തോറ്റോലും നോമ്പ് തുടങ്ങലും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഉദയാസ്തമയത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ അതൊരു ഇവിടുത്തെ കേൾക്കുമ്പോൾ തിരക്കില്ല തോന്നും. പക്ഷെ അതൊന്നും ന്യായമല്ല. മാത്രമല്ല അത്തരം തത്വങ്ങളുമായി വരുന്ന ആളുകൾ ഒരു പറഞ്ഞ ന്യായം എന്ന തർക്കം ഒഴിവാകും, എല്ലാവർക്കും ഒരേപോലെ ആവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ തത്വവുമായി വരുന്നത്. അപ്പൊ കേൾക്കുമ്പോൾ തിരക്കില്ല തോന്നും. പക്ഷെ അതോട് ഇപ്പൊ സംഭവിച്ചെന്താണ്, സൗദി അറേബ്യയെ ബേസ് ആക്കുന്ന ആളുകൾ കേരളത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഓരോ സ്വീകരിച്ചത് ലോകം മൊത്തം തർക്കം തീർക്കാനാണ്. ഇപ്പോൾ സ്വീകരിച്ചപ്പോണ്ടായതോ അവനെ വീട്ടിലടക്കം തർക്കമുണ്ടായി. വീട്ടിൽ പണ്ട് ഓരോ ഒപ്പം നോക്കിയ ആളുകൾ ഒരു പോലീസ് നേരത്തായി. നാട് മൊത്തം ഒന്നാകാൻ വേണ്ടി തുടങ്ങിയ സിസ്റ്റം അവനെ വീട്ടിലടക്കം രണ്ടാവാണ് ഉണ്ടായത്. അല്ലാതെ അതുകൊണ്ട് ഐക്യം ഉണ്ടാവുകയല്ല, ഉള്ള ഐക്യം കൂടി പൊളിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൊന്നും അങ്ങനെ ലോകം മൊത്തം ഐക്യപ്പെടാന്നുള്ളത് പോലീസ് ഇല്ല. സമയത്തിന്റെ കാര്യത്തിൽ ലോകം മൊത്തം ഒന്നാക്കാൻ പറ്റും. ഇത് ഉരുണ്ടതാണ്, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം ഒരേ ടൈം സോണൊക്കെ വരാം, എല്ലാവരും ഒരേപോലെ സൂര്യോദിക്കാം, ഒരേപോലെ അസ്തമിക്കാം എന്നുള്ളത് അന്ന് വെച്ചിട്ടില്ല. പിന്നെ നമ്മള് ഇത് മാത്രം ലോകത്ത് മൊത്തം ഒരേ സമയത്താകണമെന്ന് പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല.